ഹേ ഗൈസ് വെൽക്കം ടു സഫാരി സഫൻ ഓപ്ഷൻ. അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ നാളെ സ്കൂളിലാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോക്കണേ ഏക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു പ്രാങ്ക് അത്രേ ഉള്ളൂ. കാരണം കുറെ പേര് ചോദിച്ചിരുന്നു പ്രാങ്ക് വീഡിയോ ചെയ്യാമോ. നമുക്ക് ആദ്യം കിട്ടിയ പ്രാങ്ക് ഇതാണ്. എപ്പോഴെങ്കിലും ഇവിടെ ഉറങ്ങാൻ നമുക്ക് ഇവിടെ പ്രാങ്ക് ചെയ്യാം. ഇവിടെ എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോ നമുക്ക് ഇവിടെ പ്രാങ്ക് ചെയ്യാം. അപ്പൊ ഗൈസ് അവളിപ്പോ ഓൺലൈനിലുണ്ട്. ഹായ് അയക്കാം ആദ്യം. അവള് കണ്ട് ഗൈസ് ഈ നാളെ സ്കൂളിലാന്ന് ഹലോ ഹലോ എന്ന് അയച്ചിട്ടുണ്ട്. നമ്മൾ പറയാണ് ഡി നാളെ സ്കൂളില്ലെന്ന് പറയാം. നമുക്ക് അവളുടെ ഒരു യുദ്ധം എങ്ങനെയാന്ന് നോക്കാം. നേരിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആ റിയാക്ഷൻ ഒക്കെ കാണാമായിരുന്നു. പക്ഷെ ഇതിപ്പം ഇതിലൂടെ പറ്റത്തുള്ളൂ. കഴിക്കണില്ലല്ലോ. കുറച്ചേരം വെയിറ്റ് ആണ്. അവർക്ക് ഇത്തിരി താമസമാണ്. ബസ് സമരം എന്ന് അയച്ചിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാ ഓ സത്യം. ആര് പറഞ്ഞു? നമ്മൾ പറഞ്ഞു നമ്മുടെ ഊഹം ശരിയായിരുന്നു. ആര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞു. ഇനിയിപ്പോ ടീച്ചറിനെ വിളിച്ച് ചോദിക്കാം എന്തോ. നീ ഇന്നലെ ടീച്ചർ പറഞ്ഞോക്ക്. നമ്മൾ പറയാം ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞോക്കാം. അവൾ എന്തായിരിക്കും പറയുന്നത് നോക്കാം. അവൾക്ക് സന്തോഷമായി കാണും. ഇനിയിപ്പോ ഇത് പ്രാങ്കാണെന്ന് അറിയുമ്പോ ഓ നാളെ സ്കൂളുണ്ട് ഇനി പോണം. ഓ നാളെ മാത്സ് എക്സാം അല്ലേ. അപ്പൊ നീ ഒന്നും പഠിക്കണ്ടെന്ന് പറ ഗൈസ്. നാളെ മാത്സ് ടെസ്റ്റ് പേപ്പർ ആണ്. പക്ഷെ നാളെ നമ്മൾ ബസ് സമരം എന്ന് പറഞ്ഞോണ്ട് അവൾ നാളെ സ്കൂളിൽ വരത്തില്ല. അപ്പൊ നമുക്ക് പറയാം ഓ നീ ഒന്നും പഠിക്കണ്ട. ഓക്കെ അവൾക്ക് സന്തോഷായിട്ട് അവളുടെ മുഖമൊക്കെ ഇതായിട്ട് കാണിക്കും. ഇമോജി കാണിക്കുന്നുണ്ട്. അത് ഈ സത്യം തന്നെയാണോ? ഓടി അവക്ക് സന്തോഷായി കാണും നാളെ സ്കൂളിലെന്നൊക്കെ പറയുമ്പോഴേക്ക്. കാരണം ടെസ്റ്റ് പേപ്പർ ആയിരുന്നു ഗൈസ്. മാത്സ് ടെസ്റ്റ് പേപ്പർ വേറെ ടെസ്റ്റ് പേപ്പർ മാത്സ് ടെസ്റ്റ് പേപ്പർ. പരീക്ഷയൊക്കെ ആയില്ലേ. എടി ഞാൻ ടീച്ചറിനെ വിളിച്ച് ചോദിക്കട്ടാ. ഒന്ന് ഷുവർ ആക്കാൻ. ഞാൻ പറഞ്ഞു എന്തൊരു സംശയമാണോ. പിന്നെ ഒന്ന് കൂടി നമുക്ക് കഴിച്ചു വെക്കാം. എന്തിനായിക്കട്ടെ വേണ്ടടി അത് സത്യം തന്നെന്ന് പറ. ഈസി ആയിരിക്കും വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് പറ ഗൈസ്. അല്ലെങ്കിൽ അവൾ ഇനിയിപ്പോ ടീച്ചറിനോട് ചോദിച്ചു നമ്മുടെ പേര് പറഞ്ഞാൽ നമ്മള് പോയി. ആ പ്രാങ്കാണെന്ന് പറയാം ഗൈസ്. അതും കൂടി ഇനി എന്താണ് അയക്കുന്നതെന്ന് കൂടി അറിഞ്ഞിട്ട് നമുക്ക് പ്രാങ്കാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇനിയിപ്പോ എങ്ങനെ ടീച്ചറിനെ വിളിച്ചാൽ കാര്യം കഴിഞ്ഞു. അയ്യോ എങ്കിൽ മെസ്സേജ് ഇടാം. വേണ്ട പ്രാങ്ക്. ഇനിയിപ്പോ ടീച്ചറിന് മെസ്സേജ് ഇട്ടിടാം. നമുക്കിതാ പച്ച ടീന്നല്ലേ അയച്ചോളൂ. കുഴപ്പമില്ല. വെറുതെ ഇങ്ങനുണ്ട് പാവട്ടാ. അവക്ക് വിഷമായിട്ടാ സ്കൂളില്ലെന്നൊക്കെ പറഞ്ഞപ്പോ കണ്ടപ്പോ. അല്ല ഒരു വില്ലൻ ദേഷിക്കുന്നു. ഓക്കെ ഇനി കണ്ണീരൊന്നും വേണ്ട. അവളെ വെച്ചിട്ട് പോയി ഗൈസ്. അവളുടെ അനക്കോ ഓ ചിരിക്കണ ചിഹ്നം അയച്ച്. ഇനിയിപ്പോ വേറെന്താ അയക്കാൻ പോയാണ്. എന്നാലും വല്ലാത്ത പ്രാങ്ക് ആയി പോയി. ഓക്കെ ഗൈസ് നിങ്ങൾക്ക് പ്രാങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.